ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ അംഗീകാരം നൽകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഇടത് ഭരണം പാവപ്പെട്ടവർക്ക് ആശ്വാസമായെന്നും പെൻഷൻ അടക്കം ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. മുക്കത്ത് LDF റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ അംഗീകാരം നൽകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇടത് ഭരണം പാവപ്പെട്ടവർക്ക് ഏറെ ആശ്വാസമായതായും പെൻഷൻ അടക്കം മുടക്കമില്ലാതെ നൽകിയത് ഇതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗെയിൽ, തുരങ്കപാത, ദേശീയപാത, വിഴിഞ്ഞം, മലയോര ഹൈവേ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടത്തിയത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുക്കത്ത് LDF റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷമല്ല കേരളത്തിൽ ഭരണം നടത്തുന്നതെങ്കിൽ, ഇടതുപക്ഷമല്ല കേരളത്തിൽ എങ്കിൽ ക്ഷേമ പെൻഷൻ മുടങ്ങും എന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ജനത. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഉമ്മമാർ, അമ്മമാർ, സഹോദരിമാർ, 35 വയസ്സിന്റെ 60 വയസ്സിന്റെ ഇടയിലുള്ളവർ, ക്ഷേമ പെൻഷനൊന്നും ലഭിക്കാത്തവർ, ജീവിത സാഹചര്യം കാരണം ജോലിക്ക് പോകാൻ പറ്റാത്തവർ, ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട്. ഒരു 100 രൂപയുടെ ആവശ്യം, ഒരു 50 രൂപയുടെ ആവശ്യം, ഒരു 150 രൂപയുടെ ആവശ്യം. അത് കിട്ടാതെയായാൽ ആ സഹോദരിയുടെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കും. ഇന്ത്യയിൽ ആദ്യമായി 35 വയസ്സിന്റെയും 60 വയസ്സിന്റെയും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് മാസം ഇനി മുതൽ 1000 രൂപ പെൻഷൻ നൽകാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ചെറിയ ആശ്വാസമാണോ? ഈ മുക്കം മുനിസിപ്പാലിറ്റിയിലില്ലേ ഏറെക്കുറെ 5000-ഓളം പേർക്ക് ഈ മുക്കം മുനിസിപ്പാലിറ്റിയിലെ 5000-നടുത്ത് വരില്ലേ, 5000-അധികം ഉണ്ട്. മുക്കം അത്താണി പമ്പിന് സമീപത്ത് നിന്നാണ് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത LDF റാലി നടന്നത്. പൊതുസമ്മേളന നഗരിയിൽ റാലി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. T വിശ്വനാഥൻ, PT ബാബു, ദീപു പ്രേംനാഥ് തുടങ്ങി നിരവധി LDF നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.